നമസ്കാരം ഗൈസ്. 3 ദിവസമായി ഞാൻ വ്ളോഗ് ചെയ്തിട്ടില്ല. പനി പിടിച്ചു പോയി. ഞാനന്ന് നമ്മളുടെ ആ കോട്ടയ്ക്ക് പോയില്ലേ കഴിഞ്ഞ വ്ളോഗിൽ. ആ കോട്ടയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ കാണിച്ചിരുന്നു മഴ കുറച്ചൊന്ന് ചാറുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പെയ്തു. അപ്പോൾ അവിടെ മുതൽ വീട് വരെ ഞാൻ ഫുള്ള് നനഞ്ഞു. അന്ന് രാത്രി ഭയങ്കര ചുമയും പനിയൊക്കെ വന്ന് എപ്പോഴാണ് ഞാനൊന്ന് പുറത്തിറങ്ങിയത്. ഈ 3 ദിവസം ഞാൻ വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ഇന്നൊന്ന് ആ മരുന്നിൻ്റെ ഇതൊക്കെ കാരണം ഫുള്ള് ജാതി ഫീലിംഗ് ആയിരുന്നു. സോറി ഗൈസ്, 3 ദിവസം എൻ്റെ വ്ളോഗ് ഞാൻ ചെയ്യാൻ വേണ്ടി കോഷിഷ് ചെയ്തു, ട്രൈ ചെയ്തു, പക്ഷെ പറ്റിയില്ല. എത്ര ബെഡ് റെസ്റ്റ് ചെയ്താലും ശരി, ആ 3 ദിവസം ശരിക്കും ഞാൻ യൂട്ടിലൈസ് ചെയ്തു. കുറേ കാര്യങ്ങൾ പഠിച്ചു. എനിക്ക് ഇത് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ക്വാളിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ചും കൂടിയും നമ്മളൊന്ന് റിഫൈനാക്കി. അപ്പോൾ എൻ്റെ ഈ ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ക്വാളിറ്റി അതിനെയും കടന്നിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ആപ്പ് ഉപയോഗിക്കുന്നത്. 1 അല്ല 2 ആപ്പുണ്ട്. അപ്പോൾ ആ 2 ആപ്പ് ആയിരുന്നു പഠിക്കുകയും ചെയ്തു ബെഡിലിരുന്നിട്ട് തന്നെ. എന്നിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യണം. ഫുള്ളായിട്ട് പഠിച്ചിട്ടില്ല, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് നന്നായിട്ട് കിട്ടും. ഇത് കണ്ട ഗൈസ്, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ മഴയും കൊടുങ്കാറ്റൊക്കെ കാരണം ഈ മരം വീണെടുക്കണ്ട ആകെ ബ്ലോക്കാക്കി ഇപ്പോൾ റോഡ്. എന്തായാലും ഇത് എനിക്കൊന്ന് ഇവർ മുറിക്കുന്നു ഒന്ന്. ഇത് കണ്ട വേരോടെ അങ്ങോട്ട് വന്നത്. അത്രയും വലിയ കാറ്റും കൊടുങ്കാറ്റൊക്കെയാണ് നമ്മളുടെ ഡൽഹിയിലുണ്ടായിരുന്നത്. ഇത് കണ്ട ഫുള്ള് മരം അങ്ങോട്ട് വീണ്. ഇത് 2ാമത്തെ മരം. ഓക്കെ, മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല പച്ചപ്പ. ഡൽഹി കാണാനും നല്ല രസമുണ്ട്. എനിക്ക് പുറത്തിറങ്ങാനേ പറ്റില്ല, ആ മഴ കൊണ്ട് നനഞ്ഞതുകൊണ്ട് ആകെ പെട്ടുപോയി ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ മോഷൻ ക്യാം പ്രോ ആപ്പ് എന്ന് പറഞ്ഞിട്ട് കണ്ട. പിന്നെ വേറൊരെണ്ണം കൊണ്ടിട്ട് ഇതിൻ്റെ തന്നെ MC24 Pro എന്ന് പറഞ്ഞിട്ട് 24 FPS പ്രോ. അതിലും ഇതിലും നമുക്ക് 10 ബിറ്റിനേലും കൂടുതൽ നമുക്ക് റെക്കോർഡിങ് ചെയ്യാൻ പറ്റും. പിന്നെ റോ എന്ന് വെച്ചാൽ DNG ഫോർമാറ്റ്. അപ്പോൾ ബേസിക്കലി ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ക്യാമറയുടെ സെൻസർ ഉണ്ടല്ലോ, അത് നമ്മളുടെ ഈ ക്യാമറയുടെ കമ്പനിക്കാർ നമ്മൾക്കത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ബേസിക്കലി നമ്മളത് ഹെൽപ്പ് ചെയ്യണം അതിൻ്റെ ഫുള്ള് ഇത് നമ്മൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മൾക്കിപ്പോൾ ഇതിൽ കിട്ടുന്നത്. ഇപ്പോഴും നല്ല ഉഷ്ണമുണ്ട് ഇവിടെ. ഇന്നും രാവിലെ മഴ പെയ്തു. ഇന്നലെ കണ്ടിന്യൂസ്ലി മഴയായിരുന്നു. ഇന്നും രാവിലെ മഴ പെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഭയങ്കരമായിട്ട് ഉഷ്ണം. എനിക്കൊന്നും ഇങ്ങനത്തെ ഈ ക്ലൈമറ്റ് കാരണം വെച്ചു ഹ്യൂമിഡിറ്റിയും പിന്നെ തണുപ്പും മഴയും ഇതെല്ലാതും കാരണം തോന്നുന്നു ഇങ്ങനെ കുറേ ആൾക്കാർ. എനിക്ക് ആക്ച്വലി കിട്ടിയ യാവിൻ്റെ തന്നെ. യാവിൻ സ്കൂളിൽ നിന്ന് ഒരു ദിവസം, അവനക്ക് ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് 3 ദിവസം ഉണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നാണിത് ബേസിക്കലി. ആരെങ്കിലും കുട്ടികൾ പനി പിടിച്ച് വന്നായിരിക്കും. യാവിന് കിട്ടി, പിന്നെ എനിക്ക് കിട്ടി. ഓക്കെ, ഞാനപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഞാൻ പ്രൊഫഷണൽ ആയിട്ടില്ല. ഇതിൽ സ്റ്റെബിലൈസേഷൻ വളരെ കുറവാണ്. കാരണം ഇത് നമ്മുടെ ക്യാമറയുടെ റോ പോസിബിലിറ്റീസാണ് എടുക്കുന്നത്. ഈവൻ നിങ്ങളിതിൽ സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാലും അത്രയും വർക്ക്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാം ഇതിൻ്റെ ഈ ഒരു ആപ്പിൻ്റെയും പിന്നെ മറ്റേ ആപ്പിൻ്റെയും ഫുള്ളൊരു ട്യൂട്ടോറിയൽ ഞാൻ ഉണ്ടാക്കാം. നമ്മളുടെ ചാനലിൽ തന്നെ ആരെങ്കിലും വീഡിയോഗ്രാഫേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് ട്രൈ ചെയ്യാം. ഇത് കണ്ടോ ഉഷ്ണം ഫുള്ള് ബോഡി ഹീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പറയാം. പക്ഷേ ഇതൊരു ടെസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ അത്രയും ഇതായിട്ട് കണക്കാക്കരുത്. പല തെറ്റുകളുണ്ടാവും. ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഈസ് ദിസ് ആപ്പ് വർക്കിംഗ് പ്രോപ്പർലി.
അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറ എങ്ങനെയുണ്ട് ക്വാളിറ്റി ആൻഡ് ലെറ്റ് മീ നോ ത്രൂ ദ കമൻറ്റ് ബോക്സ്. അപ്പോൾ ആസ് പെർ മോഷൻ ക്യാം പ്രോ അവർ പറയുന്നത് പറഞ്ഞാൽ ഇത് ഗൈറോ സ്റ്റെബിലൈസേഷൻ്റെ ഡേറ്റ് ആൻഡ് ഡേയിൽ അപ്പോൾ നമ്മൾ ഇത് ഫുട്ടേജ് എടുത്തിട്ട് പിന്നെ അത് സ്റ്റെബിലൈസ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് നമുക്ക് കൊണ്ടുവരാം, പിന്നെ നമ്മൾക്കത് എഡിറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. സോ ലെറ്റ് സി ഹൗ ദീസ് തിങ്സ് വർക്ക്. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് വാട്ട് ഐ എം ടെലിംഗ് യു ഇസ് ദാറ്റ് ഇഫ് യു സീ എൻ്റെ എക്സ്പോഷറും എൻ്റെ ഷാഡോസും എവറിത്തിങ് ഈസ് കൺട്രോൾഡ് ആൻഡ് ഐ ക്യാൻ ഡു കളർ ഗ്രേഡിങ് ഓൾസോ ഇൻ ദിസ് വെരി നൈസ്ലി. അങ്ങനെ പല ഇതുമുണ്ട് ഇതിൽ. കാരണം എന്താ പറഞ്ഞാൽ റോ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ DNG ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. DNG അതിനത്രയും വലിയ ഫയൽ സൈസിന്. അപ്പോൾ SSD നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് പ്രോ ഫോർമാറ്റ് 10 ബിറ്റിലാണ്, HEVC 10 ബിറ്റിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുതന്നെ ദാറ്റ്സ് മോർ ദാൻ ഇനഫ് ഫോർ മൊബൈൽ ക്വാളിറ്റിയും യൂട്യൂബ് ക്വാളിറ്റി വ്ളോഗ്സിനൊക്കെ. ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല പാർക്കിൽ, അത്രയും കൊതു. ഈ മഴ കാരണേ ഇഷ്ടംപോലെ കൊതുണ്ട്. കാലുമ്പോൾ കടിച്ച് ഇനി പനി പിടിക്കാൻ പറ്റില്ല ഭായി. ഇവരുടെ ഈ കൊതുവിൻ്റെ വല്ല അസുഖം പിടിച്ചു കഴിഞ്ഞാൽ അത് വേറത് പണ്ടാറം. വീട്ടിൽ പോകാം നമുക്ക്.